ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പറയുന്നത് നമ്മുടെ 3rd യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. അതിൻ്റെ പേരാണ് ബട്ടേവു. ബട്ടേവു എന്ന് വെച്ചാൽ യാത്രക്കാരനാണ് മീനിങ്. അപ്പോൾ ഈ ബട്ടേവു എന്ന് പറയുന്നത് ഒരു ലോകകഥയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ ബട്ടേവിൽ പറയുന്നത് ജാട്ട് എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ സ്റ്റോറിയാണ്. അപ്പോൾ എന്താണ് ജാട്ട് വിഭാഗം എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും അതുപോലെ പഞ്ചാബിലും പിന്നെ രാജ്പുത്താനയിലും താമസിക്കുന്ന ഒരു വിഭാഗമാണ് ജാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറി വായിക്കാം. ഏക്ത ജാട്ട് ഓർ ഏക്ത ഉസ്കാ ലഡ്ക. ഒരു ജാട്ടും ഉണ്ടായിരുന്നു, പിന്നെ അയാളുടെ മകനും ഉണ്ടായിരുന്നു. ഗർമി ദോഹി പ്രാണിത്ത്. അപ്പോൾ വീട്ടിൽ രണ്ട് ജീവികളെ ഉണ്ടായിരുന്നുള്ളൂ. ലഡ്ക അഭി ചോട്ടാത്ത. മകൻ ഇപ്പോഴും ചെറുതായിരുന്നു. ലഡ്ക ബഹുത് ചഞ്ചൽത്ത. അവൻ വളരെ ചഞ്ചല ചിത്തനായിരുന്നു. जाट का एक नियम था कि वह रोज 2 അതിഥിयों को भोजन करवाकर ही स्वयं खाता था. അപ്പോൾ ജാട്ടിന് ഒരു രീതി ഉണ്ടായിരുന്നു. അയാൾ എന്നും 2 അതിഥികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് സ്വയം കഴിക്കുമായിരുന്നുള്ളൂ. അതിഥിयों को बुलाने के लिए वह रोज गांव के चौराहे पर जाता और वहां से 2 बटेव बुला लाता. അപ്പോൾ അതിഥികളെ വിളിക്കാനായി അയാൾ നിത്യവും ഗ്രാമത്തിലെ 4 കവലയിൽ പോകുകയും അവിടെ നിന്നും 2 വഴിയാത്രക്കാരെ വിളിച്ചു കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. ഇവിടെ ബട്ടേവ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് രാഹഗീർ, അതായത് വഴിയാത്രക്കാരൻ കേട്ടോ. ഓക്കെ, नेक्स्ट पैराग्राफ. उन्हें घर पर बिठाकर उसकी पूजा करता, आरती उतारता और फिर उन्हें जिमाकर आखिर में खुद अपने बेटे के साथ भोजन करता. അപ്പോൾ അയാൾ എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ, അതായത് ഉനെ ഘർ പർ ബിട്ടാക്കർ ഉസ്കി പൂജ കർത്ത, അവരെ വീട്ടിലൊരുത്തി അവരെ പൂജിക്കുക, അതായത് അതിഥികളെ പൂജിക്കുക. ആരതി ഉതാർത്ത, ആരതി ഒഴിയുക. और फिर उन्हें जिमाकर आखिर में खुद अपने बेटे के साथ भोजन करना. അപ്പോൾ പിന്നെ അവരെ ഊട്ടിയതിന് ശേഷം അവസാനം സ്വയം തൻ്റെ മകനോടൊപ്പം ഭക്ഷണം കഴിക്കുക. जिस दिन जाट को राह चलते या चौराहे पर कोई बटेव ना मिलता, उस दिन वह हलवाई की दुकान से ही 2 बटेव खरीद लाता. അപ്പോൾ ഏത് ദിവസമാണോ ജാട്ടിന് വഴിയെ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നാൽക്കവലയിൽ നിൽക്കുന്ന വഴിയാത്രക്കാരൊന്നും കിട്ടാതിരിക്കുന്നത്, അന്നേ ദിവസം അയാൾ മധുരപലഹാര കടക്കാരൻ്റെ കടയിൽ നിന്നും 2 വഴിയാത്രക്കാർ, അതായത് ഇവിടെ 2 വഴിയാത്രക്കാരെന്ന് പറയുന്നത് ലഡു വാങ്ങിക്കൊണ്ടുവരുന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബട്ടേവ് എന്ന് പറയുന്നത് ലഡു ആണ് ഉദ്ദേശിക്കുന്നത്. उन्हें ही असली बटेव मानकर उनकी पूजा करता, उन्हें बोझ स्वीकार कराता और फिर उन्हें पूजा गृह में रखकर बाद में स्वयं भोजन करता. അതായത് അപ്പോൾ അവയെ തന്നെ യഥാർത്ഥ വഴിയാത്രക്കാരായിട്ട് സങ്കല്പിച്ചിട്ട് അവയെ പൂജിക്കുക, അതായത് ലഡുവിനെ വഴിയാത്രക്കാരായിട്ട് സങ്കല്പിച്ചിട്ട് ലഡുവിനെ പൂജിക്കുക, പിന്നെ അവയെ കൊണ്ട് ഭക്ഷണം സ്വീകരിപ്പിക്കുക, പിന്നെ അവയെ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം സ്വയം ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് ജാട്ടിൻ്റെ പരിപാടി. ഭോജൻ കെ ബാദ് ദോനോ ബാപ്പ് ബേട്ടെ ബട്ടവ് ഗാ ലേത്തെ. അപ്പോൾ പിന്നെ ഭക്ഷണത്തിന് ശേഷം അച്ഛനും മകനും ആ ലഡു കഴിക്കും. एक दिन जाट को कोई राहगीर ना मिला तो वह हलवाई की दुकान से ही 2 बटेव खरीद लाया और फिर उन्हें जिमाकर घर में रख लिया. അതായത് ഒരു ദിവസം ജാട്ടിന് ഒരൊറ്റ വഴിയാത്രക്കാരെയും കിട്ടിയില്ല. അപ്പോൾ അയാൾ മധുരപലഹാരക്കടക്കാരൻ്റെ കടയിൽ നിന്നും 2 വഴിയാത്രക്കാർ, അതായത് ഇവിടെ ലഡുവിനെ വാങ്ങിച്ചു കൊണ്ടുവരികയും അവയെ ഊട്ടി വീട്ടിൽ വെക്കുകയും ചെയ്തു. സംयोग से दोनों बाप बेटे उन्हें गा नहीं പായി. അതായത് സന്ദർഭവശാൽ ആ 2 ലഡുവും അവർക്ക് കഴിക്കാനായില്ല, അച്ഛനും മകനും അത് കഴിക്കാനായില്ല. ദോനോ ബട്ടേവ് ഗർക്കെ പൂജാഗ്രഹമേ ഹി രഖേ രഹേ. അപ്പോൾ ആ 2 ലഡും വീട്ടിലെ പൂജാമുറിയിൽ തന്നെ ഇരുന്നു. അഗലെ ദിൻ റോസ് കി തര ജാട്ട് 2 ബട്ടേവോं को ढूंढने चल पड़ा. അപ്പോൾ അടുത്ത ദിവസം എന്നത്തെയും പോലെ ജാട്ട് 2 വഴിയാത്രക്കാരെ അന്വേഷിച്ച് പുറപ്പെട്ടു. बहुत इंतजार के बाद उसे चौराहे पर 2 बटेव मिल गई. അപ്പോൾ അതായത് വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അയാൾക്ക് 4 കവലയിൽ നിന്നും 2 വഴിയാത്രക്കാരെ കിട്ടി. ഓക്കെ, वह उन्हें आदरपूर्वक भोजन कराने घर ले आए. അപ്പോൾ അയാൾ അവരെ ആദരപൂർവ്വം ഭക്ഷണം നൽകാനായി വീട്ടിലേക്ക് കൊണ്ടുവന്നു. उन्हें बैठक में बिठाकर खुद रसोई में भोजन परोसने लग गई. അപ്പോൾ അവരെ സ്വീകരണ മുറിയിലിരുത്തി അടുക്കളയിൽ ഭക്ഷണം വിളമ്പുന്നതിന് മുഴുകി ജാട്ട് അങ്ങനെ പോയി. उधर जाट के लड़के को बहुत भूख लग रही थी.
അതേസമയം ജാട്ടിന്റെ മകനെ വലിയ വിശപ്പ് തോന്നുന്നുണ്ടായിരുന്നു. വഹ ഗർമേ രഖേ പഹലേ ദിൻ കാ ബട്ടയോ ഗാന ചാത്താ താ. അപ്പോൾ അവൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള ആ മുൻ ദിവസത്തെ അതായത് ലഡു കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അതായത് മുൻ ദിവസത്തെ ബട്ടയോ കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. उसने घर के भीतर से आवाज दी, पिताजी मैं एक बटेयु खा लूं. അപ്പോൾ അവൻ അകത്തു നിന്ന് വിളിച്ചു ചോദിച്ചു, അച്ഛ ഞാൻ ഒരു ലഡു തിന്നട്ടെ എന്ന്, ഒരു വഴിയാത്രക്കാരെ തിന്നട്ടെ, ഒരു ബട്ടയു തിന്നട്ടെ എന്ന് ചോദിക്കണത്. അപ്പം അതായത് എന്താ വഴിയാത്രക്കാരെ തിന്നട്ടെ എന്ന് ചോദിക്കണത്. ദോനോ ബട്ടോനെ യഹ് സുനാത്തോ വേ ഘബരാ ഗൈ. അപ്പോൾ എന്താ ഈ രണ്ട് വഴിയാത്രക്കാരും ഇത് കേട്ടപ്പോൾ പരിഭ്രമിച്ചു. जाट बोला, बेटा थोड़ा रुक जा, मैं इन्हें भोजन करा लूं, तब तू अपने हिस्से का एक बटेयु गा लेना. അപ്പോൾ ജാട്ട് പറഞ്ഞു, മകനെ അല്പസമയം കൂടി ക്ഷമിക്കൂ, ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ, അപ്പോൾ നിനക്ക് നിന്റെ ഭാഗമായ ഒരു ബട്ടയുവിനെ കഴിക്കാന്നുള്ളത്, ഒരു വഴിയാത്രക്കാരെ കഴിക്കാന്നുള്ളത് പറഞ്ഞു. ബട്ടയുവിനെ ജാട്ട് കാ ഉത്തർ സുനാത്തോ ബേച്ചാരെ ഓർ ഘബരാ ഗയി. അപ്പോൾ വഴിയാത്രക്കാർ ജാട്ടിന്റെ മറുപടി കേട്ടപ്പോൾ കൂടുതൽ പരിഭ്രമിച്ചു. വേ ഡർ കെ മാരെ ഏക് ദൂസരെ കാ മുഹ് ദേഖ്നെ ലഗെ. അപ്പോൾ അവർ ഭയം കാരണം പരസ്പരം മുഖത്തേക്ക് നോക്കാൻ തുടങ്ങി. ഭോജൻ പരോസ്നെ മേ ദേർ ഹുയി തോ ലഡ്കെ നെ ഏക് ബാർ ഫിർ പുകാര, പിതാജി മേ തോ ഏക് ബട്ടയോ ഗോ ഖാ ലേതാ ഹൂം, മുझे बहुत भूख लगी है. അപ്പോൾ ഭക്ഷണം വിളമ്പാൻ വൈകിയപ്പോൾ മകൻ ഒരിക്കൽ കൂടി വിളിച്ചു, അച്ഛ ഞാനൊരു വഴിയാത്രക്കാരൻ, അതായത് ഒരു ബട്ടയുവിനെ ഞാൻ തിന്നെയാണ്, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ബട്ടയു എന്ന് പറയുന്നത് എന്താ വഴിയാത്രക്കാരെന്ന് ഇവർ വിചാരിക്കണു, പക്ഷെ ആ കുട്ടി ഉദ്ദേശിക്കുന്നത് ലഡുവാണ്. അങ്ങനെ जाट बोला, बेटा थोड़ा सब्र करो, मुझे इन्हें जिमाने दे, फिर चाहे तो दोनों बटों गा लेना. അപ്പോൾ ജാട്ട് പറഞ്ഞു, മോനെ ഒന്ന് ക്ഷമിക്കേ, ഇവരെ ഊട്ടാൻ എന്നെ ഒന്ന് അനുവദിക്കേ, പിന്നെ നീ വേണമെങ്കിൽ രണ്ട് വഴിയാത്രക്കാരെയും തിന്നോളൂ എന്ന് പറയണം, രണ്ട് ബട്ടയും തിന്നോളൂ എന്ന് പറയണം. അപ്പോൾ ദോനോ ബട്ടോ ഡർസെ കാമ്പിനെ ലഗെ. അപ്പോൾ ഇത് കേട്ടിട്ട് ആ രണ്ട് വഴിയാത്രക്കാരും പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഉനോനെ സോച്ചാ ലഗ്താ ഹെ ഹം കിസി നർബക്ഷി ആദ്മിക്ക് ചപ്പേട്ട് മേ ആ ഗയി ഹെ. അപ്പോൾ അവർ വിചാരിച്ചു നമ്മൾ ഏതോ നരഭോജികളായ മനുഷ്യരുടെ പിടിയിൽ പെട്ടിരിക്കുകയാണെന്ന് അവർ വിചാരിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. एक बटेयु दूसरे से बोला, मित्र लगता है हम गलत फंस गई है. അപ്പോൾ ഒരു വഴിയാത്രക്കാരൻ മറ്റൊരാളോട് പറഞ്ഞു, സുഹൃത്തെ തോന്നുന്നു നാം കുഴപ്പത്തിൽ പെട്ടിരിക്കുന്നെന്ന്. യഹ് തോ കോയി നർബക്ഷി പരിവാർ ഹെ. അപ്പോൾ ഇതേതോ നരഭോജികളുടെ കുടുംബമാണ്. लड़का कहता है मैं एक बटेयो गाऊंगा और बाप कहता है कि दोनों गा लेना. അപ്പോൾ ഇത് എന്താ പറയണം, ചെറുക്കൻ പറയുന്നു ഞാനൊരു വഴിയാത്രക്കാരനെ തിന്നാന്ന്, അപ്പോൾ അച്ഛൻ പറയുന്നത് രണ്ടും കഴിച്ചോളാന്. യഹ് ജറൂർ ഹമേ ഭോജൻ മേ ബേഹോഷിക്ക് ദവ ഖിലാ ദേഗ. അപ്പോൾ ഇവർ തീർച്ചയായും നമുക്ക് ഭക്ഷണത്തിൽ ബോധരഹിതമാക്കാനുള്ള മരുന്ന് തരുന്ന് ആ വഴിയാത്രക്കാരൻ പറയാണ്. ദോനോ ബട്ടയോ ഉഡ് ഗഡേ ഹുയി ഓർ ജാനെ ലഗെ. അപ്പോൾ രണ്ട് വഴിയാത്രക്കാരും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ഇത്തനേമേം ജാട്ട് ഭോജൻ കി താലി ലേക്കർ ആ ഗയ. അപ്പോഴേക്കും ജാട്ട് ഭക്ഷണത്തിന്റെ തളികയുമായി വന്നു. ഉനെ ഗഡ ദേഖർ വഹ് ഉനെ ബിട്ടാനെ ലഗ തോ വേ ദോനെ ജാട്ട് പർ ബിഗഡ് പടേ. അപ്പോൾ അവരെ നിൽക്കുന്നതായിട്ട് കണ്ട് ജാട്ട് അവരെ ഇരുത്താൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരും ജാട്ടുമായി കലഹിച്ചു. ജാട്ടിനെ ബഹുത്ത് അനുനയ് വിനയ് കി. അപ്പോൾ ജാട്ട് ഒരുപാട് അനുനയിപ്പിച്ചു. ലേക്കിൻ വേ ദോനോ വഹാസെ കിസി പ്രകാർ ഗിസ്കന ചാഹത്തെ തേ. പക്ഷേ അവർ രണ്ടുപേരും അവിടെ നിന്നും ഏതെങ്കിലും തരത്തിൽ നീങ്ങാൻ ആഗ്രഹിച്ചു. ഇസി റോക്കാർ ധാമിക്ക് ഷോർഗുൽ മേ വഹാം കാഫി ഭീഡ് ഇക്കട്ടി ഹോ ഗയി. അപ്പോൾ ഈ തടയലിന്റെ ബഹളത്തിനിടയിൽ അവിടെ വലിയൊരാൾക്കൂട്ടം ഒരുമിച്ച് കൂടി. ഭീഡ് മേ സെ കിസിനെ പൂച്ച ബൈ ആഹിർ മാജ്ര ക്യാ ഹെ. അപ്പോൾ കൂട്ടത്തിൽ നിന്നും ആരോ ചോദിച്ചു, സഹോദര എന്താ കാര്യം? एक बटेयो बोला, भाइयों यह जाट हमें बहुत गुशामत करके भोजन कराने लाया था, किंतु यहाँ आकर पता लगा कि ये बाप बेटे हम दोनों को ही गाना चाहते हैं. അപ്പോൾ ആ വഴിയാത്രക്കാരൻ പറഞ്ഞു, സഹോദരന്മാരെ ഈ ജാട്ട് ഞങ്ങളെ വളരെ പ്രശംസിച്ച് ഭക്ഷണം നൽകാനായി കൊണ്ടുവന്നതായിരുന്നു.
പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഈ അച്ഛനും മകനും ഞങ്ങളെ രണ്ടുപേരെയും തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. इसका लड़का कहता है कि मैं एक बटेव गाऊंगा और यह कहता है कि तू दोनों गा लेना. അപ്പോൾ ഇയാളുടെ മകൻ പറയുന്നു ഞാനൊരു വഴിയാത്രക്കാരനെ തിന്നാം, എന്നാൽ ഇയാൾ പറയുന്നു നീ രണ്ടും കഴിച്ചോളൂ എന്ന്. പെഹലെ മുझे इन्हें भोजन कराने दो. അപ്പോൾ ആദ്യം ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ. ജാട്ടിനെ യഹ് സുനാത്തോ ഗിൽ ഖിലാക്കർ ഹസ് പടാം. അപ്പോൾ ജാട്ട് ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. जाट को हंसते देखकर लोगों ने उसके हंसने का कारण पूछा तो उसने सबको घर में रखे 2 बट्टियों का रहस्य समझा दिया जिन्हें गाने की जिद उसका लड़का कर रहा था. അപ്പോൾ ജാട്ട് ചിരിക്കുന്നത് കണ്ട് ആളുകൾ അയാളുടെ ചിരിയുടെ കാരണം അന്വേഷിച്ചപ്പോൾ അയാൾ എല്ലാവരോടും വീട്ടിൽ സൂക്ഷിച്ച് ആ 2 ലഡുവിൻ്റെ ആ 2 വഴിയാത്രക്കാരുടെ എന്ന് പറഞ്ഞാൽ ആ 2 ലഡുവിൻ്റെ രഹസ്യം പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ അവയെ തിന്നാനായിരുന്നു മകൻ വാശി പിടിച്ചുകൊണ്ടിരുന്നത്. घर में रखे 2 बट्टियों का रहस्य जान सभी लोग खूब हंसने लगा. അപ്പോൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച ആ 2 ലഡുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ആൾക്കാർ ധാരാളം ചിരിച്ചു. ബേച്ചാരെ ബട്ടയോ തോ ജേബ് സെ രഹ് ഗയേ. പക്ഷേ ആ പാവം വഴിയാത്രക്കാർ ലജ്ജിച്ചു പോലെയായി. मगर अपनी जेब छिपाकर वे भी सबकी हंसी में शामिल हो गई और फिर प्रेम पूर्वक भोजन करने बैठ गई. പക്ഷേ സ്വന്തം ജാളിത മറിച്ചുകൊണ്ട് അവരും എല്ലാവരുടെയും ചിരിയിൽ പങ്കുചേർന്നു. എന്നിട്ട് സ്നേഹപൂർവ്വം ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. ഇതാണ് സ്റ്റോറി. ഓക്കെ, അപ്പോൾ നല്ലൊരു ഫണ്ണി ആയിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. നമുക്ക് നല്ലതായിട്ട് നേരം പോവും. നല്ലൊരു സ്റ്റോറി. ഓക്കെ.